പഴയ പായ ഉപയോഗിച്ചുള്ള മാറാല ചൂല് അതെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പഴയ ഒരു പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ നൂല്, ഈ ഇടഭാഗത്തെ നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതേപോലെ കിട്ടും. ഈ ഒരു രീതിയിൽ കിട്ടും. കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിനുള്ള നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. അധികം ഡാമേജ് ഇല്ലാത്ത സ്ഥലം നോക്കി കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞൊന്നും പോകാൻ പാടില്ല. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മളൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീളമുള്ളൊരു പൈപ്പ്, ഇല്ലെങ്കിൽ കമ്പെടുക്കാം. ഏകദേശം ഇത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ടേപ്പും കൂടെ വേണം, ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പ്. ഇതും കൂടെ മതി. ഇനി നമ്മൾ ഇതേപോലെ ഓരോ ഭാഗമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച്. ഇനി ഇതൊന്ന് കൈ ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അടിഭാഗം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ നടുഭാഗത്ത് വെച്ചിട്ട് നമ്മളെടുത്ത കമ്പ് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക, കറക്റ്റ് നടുഭാഗത്ത്. എന്നിട്ട് നമ്മളെടുത്ത ആ ഒരു നാരുകൾ ഇതേപോലെ ഒന്ന് ചുറ്റി പിടിക്കുക. അതുകൊണ്ട് ഇത്രയും ഭാഗം ഞാൻ മേളിലോട്ട് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലിടാം. ഇനി മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ചുറ്റി പിടിച്ച ശേഷം നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കണം. ഇത് അനങ്ങാൻ പാടില്ല. അതേ രീതിയിൽ ഒന്ന് നല്ല മുറുക്കി ഒന്ന് ടൈറ്റായിട്ട് 1-2 ചുറ്റി എടുക്കണം. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്കി ഈ താഴോട്ടുള്ള ഭാഗം ഇതേപോലെ കൈ ഉപയോഗിച്ച് മേലോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഭാഗവും നല്ലപോലെ ആ പൈപ്പിനോട് ചേർത്ത് തന്നെ നല്ലപോലെ ചുറ്റണം. എന്നാലേ ഊരിപ്പോകാതെ ഇരിക്കത്തുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പിന്നെയും ചെയ്യുന്നത്. അടുത്ത കെട്ട് നമ്മൾ വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ടേപ്പ് ചുറ്റിയതിൻ്റെ മണ്ടഭാഗത്ത് തന്നെ വെക്കണം. ആ സെൻറ്റർ ഭാഗം നോക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ നീളം കൂടുതൽ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് വേണം വെക്കാൻ. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ഇത് നമുക്ക് ചുറ്റാം. 2-3 ചുറ്റിയാൽ മതി. ഒരുപാട് ചുറ്റേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതേപോലെ തന്നെ പിടിച്ച് വീണ്ടും നമ്മൾ ഇതേപോലെ ചുറ്റുവാണ്. അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ നീളം അനുസരിച്ചാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് വെക്കുമ്പോൾ ഇതേപോലെ ഏകദേശം 1/4 ഭാഗം നീളം മേലോട്ട് ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. നേരത്തിലോട്ട് പകുതിക്ക് ഞാൻ വെച്ചിട്ടില്ല. വീണ്ടും നമ്മൾ ടേപ്പ് ചുറ്റി കൊടുക്കുക. ഇതും നമ്മൾ ടേപ്പ് ചുറ്റിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ മേപ്പോട്ടാക്കി കൊടുത്താൽ മതി. ലാസ്റ്റ് വെക്കുന്ന ആ ഒരു ഭാഗം മാത്രം നമ്മൾ മേപ്പോട്ടാക്കേണ്ട ആവശ്യമില്ല. അത് ടേപ്പ് വെച്ചങ്ങ് ചുറ്റി കൊടുത്താൽ മതി. ഇതേപോലെ ടേപ്പ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ചുറ്റി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചൂല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നീളത്തിലൊക്കെ കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും മതി. കട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ച് ലെവലിൽ ഇരിക്കും. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാറാല നല്ലപോലെ പോകുന്നുണ്ട്. എന്തായാലും ഇത് പന്നലായി പോകുന്നവരെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പൊടിയാൻ തുടങ്ങുന്നവരെ നമുക്ക് എന്തായാലും ഉപയോഗിക്കാം. ഈ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫ്ലൂട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മൾ ഫ്ലൂട്ടിൻ്റെ ചെറിയ വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.